തോട് കവിഞ്ഞ് 3 വെള്ളമായി. അയ്യോ, തോട് കവിഞ്ഞിട്ട് നമ്മുടെ കണ്ടത്തിലേക്കാണ് മട ചാടിയിരിക്കുന്നത്. അയ്യോ, മീൻ കിടന്ന കുളത്തിലെ മീനെല്ലാം പോയി കാണും. തോട് കമ്പിള്ളത്തോട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. കണ്ടാ, വെള്ളപ്പൊക്കം കാണാൻ വന്ന 2 ടീം. മൊത്തം നമ്മുടെ കണ്ടത്തിലേക്കാണ് പോന്നിരിക്കുന്നത്. എന്നാന്നറിയോ, അവിടുത്തെ ചീപ്പ് ബ്ലോക്കായി കാണും. അപ്പുറത്തെ ചീപ്പില്ലേ, ആ ചീപ്പ് ബ്ലോക്കായി കാണും. അത് 4-5 ഇടത്ത് മട വീണു. തോട് കവിഞ്ഞൊഴുകുവാണ്. ഡിങ്കിടിക്കാ ഇപ്പം അതാകെ അതിൻ്റെ ഒരു വശത്തൂടെ ഇപ്പം വെള്ളം പോകുന്നുള്ളൂ. ഇതിപ്പം വെള്ളം ഇരുന്ന് ഒരു പകുതിയാകണം. അങ്ങനെയാണെങ്കിൽ ആ സാധനം പോവുള്ളൂ. അതിനാണ് നമുക്ക് ശരി പണിയാണ് കിട്ടും. അത് വലിയ തടിയാണ് കിടക്കുന്നതിന്, ഉണ്ടല്ലേ? അത് കാരണം അതിൻ്റെ താഴെ വന്ന് അടിഞ്ഞിട്ടുണ്ടല്ല. അതങ്ങ് എടുത്തിട്ട് നോക്കിയാൽ താഴേക്ക് പോകുമെന്നറിയാമല്ലോ, ഇപ്പുറത്തേക്ക് വരുമെന്നറിയാമല്ലോ. വന്നു, അത് പോവും. പക്ഷെ അത് കാര്യമില്ല. അത് തടി അവിടെ കിടപ്പുണ്ട്. 2 വശം ഏതായാലും കവിഞ്ഞ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി. ഈ ഒരൊറ്റ ബ്ലോക്ക് കാരണേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെള്ളം പോയത്. കയറി കിടക്കുന്നത് നമ്മുടെ കണ്ടത്തിലേക്കാണ് വെള്ളം. ഈ തോട് കവിഞ്ഞ് ഈ ചീപ്പ് ബ്ലോക്കായത് കാരണം ഇത് കണ്ടോ, അതെ നമ്മുടെ വാഴയും തെങ്ങ് നട്ടിരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ചുവട്ടിക്കൂടെയുള്ള മണ്ണൊലിച്ചു. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതിൻ്റെയൊക്കെ മണ്ണ് പോയിട്ടുണ്ട്. നല്ല നമ്മുടെ ഇത് കണ്ടോ, ഇതിലെങ്ങനെ വെള്ളം കയറി വന്ന് ഇതിലെല്ലാം ഒഴുകി നമ്മുടെ ഇതുണ്ടോ, തെങ്ങിൻ്റെ ചുവട് എന്തോരം മണ്ണ് പോയെന്നു. നമ്മുടെ ഇത് ഉണ്ടോ, വല്ലാത്ത ഇതായി. ഇത്രയും വലിയ തെങ്ങായത് കാരണം കഷ്ടിച്ച് പിടിച്ചു വന്നു. പിന്നെ വാഴയൊക്കെ പിന്നെ പറഞ്ഞു പോയി. വാഴയൊക്കെ പിന്നെ സാരമില്ല, എന്നാലും ഇതുണ്ടോ തെങ്ങ് ഒന്ന് ചുറ്റി വയ്ക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് ഉണങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഒരെണ്ണം ചെരിഞ്ഞു പോയിട്ടുണ്ട്. വാഴയൊക്കെ പോയി. കണ്ടത്തിലിപ്പോഴും വെള്ളം ഇങ്ങനെ കിടക്കുക. ഇതിൻ്റെയും കുറേ മണ്ണൊലിച്ച് പോയിട്ടുണ്ട്. ഈ വശത്ത് ശരിക്കും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ വെള്ളം ഈ സൈഡിൽ കൂടെ കയറി വരാറില്ല.
വെള്ളം അപ്പുറത്ത് ചീപ്പ് കിടക്കുന്നതാണ്. ആ ചീപ്പിനകത്തുകൂടിയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ചീപ്പിൽ ബ്ലോക്കായി പോയത് കാരണം ഇത് ഇങ്ങനെ ഇത് നമ്മുടെ ഒരു കുളമാണ് അവിടെ. നമ്മുടെ കുളത്തിൽ കുറേ മീനുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാ വർഷവും കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മീനുകളാണ്. കാരണം കുഴപ്പമില്ല. ആണല്ലേ, കണ്ടത്തിൻ്റെ അവിടെ നിൽക്കുന്ന തെങ്ങുമെല്ലാം വെള്ളത്തിലായി. ഇതൊക്കെ ചുവട്ടിലെ മണ്ണൊലിച്ച്, ഇതാ പറയുന്നത് കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോകണം അറിയണമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. ഇത് കണ്ടോ, സകല തെങ്ങിൻ്റെയും ചുവട്ടിലെ മണ്ണ് പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ആളെ നിർത്തി മണ്ണെടുത്തിരിക്കണം. കണ്ടോ, കണ്ടത്തിൽ നിന്ന് വെള്ളം ഇവിടെയൊക്കെ ഇങ്ങനെ കയറി വന്നായിരുന്നു. ഇത് ഇവിടം വരെ ഇങ്ങനെ വേണ്ടില്ലേ. ഇവിടെ മുട്ടിന് മുകളിൽ ആ താഴെ വെള്ളമുണ്ട്. അല്ല, മുട്ടിന് താഴെ വരെ വെള്ളമുണ്ട്. ഇങ്ങനെ കയറി കിടക്കുക. ഇതാണ് നമ്മുടെ കുളം. ആ കുളത്തിൽ ഉണ്ടായിരുന്ന മീനുകൾ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന മീനുകളാണ്. അതിന് വലയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അതിന് ഇപ്പം അത്യാവശ്യം മീൻ ഇതിനകത്ത് പിന്നെയും പുതിയത് വന്ന് കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് കുറേ ചെമ്പല്ലി കിടപ്പുണ്ടായിരുന്നു, അത് ചാടിപ്പോയി. ഉണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇതിപ്പം കാലവർഷം വരുന്നതിന് മുമ്പ് വേനൽ മഴയിൽ ഇത്രയും സാധാരണ നമുക്കൊരു അടി കിട്ടാറില്ലാത്തതാണ്. എല്ലാ വർഷവും വേനൽ മഴയിലൊന്നും ഇത്രയും അല്ല. നമുക്ക് മൊത്തം നമ്മുടെ കണ്ടം നികന്ന് ഏകദേശം ഒരു പരുവായി കിടക്കുക. ഇതിപ്പം മഴ തോർന്ന് ശരിക്ക് കഴിഞ്ഞ് കഴിയുമ്പം ഒരാഴ്ച എടുക്കും ഈ വെള്ളം ഒന്ന് വലിയ. എന്നാലും വെള്ളം ഇടയ്ക്ക് കാനയുള്ളതിനകത്തൊന്നും വെള്ളം ഇറങ്ങിയല്ല. അന്നേരത്തേക്കും അടുത്ത വലിയ മഴ വരും. അല്ലേ, വലിയ മീനൊക്കെ വന്നിട്ടുണ്ട്. കാര്യം ഉണ്ടാ, ഇത് വെട്ടുന്ന വലിയ മീനാണ്.